ഒരു സർവകലാശാല വൈസ് ചാൻസലർ എന്നൊക്കെ പറയുമ്പോൾ കാലത്തിനപ്പുറം നിന്ന് ചിന്തിക്കാനും കുട്ടികളെ പ്രചോദിപ്പിക്കാനും കഴിയേണ്ട ഒരാളാണ്. അങ്ങനെ ഒരാൾ വന്നിട്ട് റാങ്ക് ജേതാക്കളായ കുട്ടികളോട് നിങ്ങൾ പാറ്റകളല്ല, നിങ്ങൾ പാറ്റകളാവരുത് എന്നൊക്കെ പറയുന്നു. ഒരു കുട്ടി മാത്രമാണ് ആകെ അല്ല എന്ന് പറയാൻ തയ്യാറായത്. കുട്ടികൾ മൗനം കൊണ്ടായാലും പ്രതിഷേധിക്കുന്നു. ഇങ്ങനെ കാലഹരണപ്പെട്ട ആശയങ്ങളുമായി നിൽക്കുന്ന ആളുകളൊക്കെ വൈസ് ചാൻസലർ സ്ഥാനത്തിരുന്നാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ എന്താവും? സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ ഈ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് പച്ചയായ വർഗീയ എന്നും പറഞ്ഞ വി സി എന്താ 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 ചെയ്യണം? എന്താ വി സി മോഹനൻ കുന്നുമേൽ വർഗീയത പറഞ്ഞത്? കേൾക്കണോ താങ്കൾ അദ്ദേഹം പറഞ്ഞത്? ഒന്ന് കേട്ടാ കൊണ്ടാവുന്നുണ്ട് വർഗീയത. താങ്കൾ പറഞ്ഞതിന് ശേഷം കേൾപ്പിക്കാം. എനിക്ക് അറിയില്ല. കാരണം എന്താണെന്നറിയോ? പച്ചയായ വർഗീയത എന്ന് ഞാൻ പറഞ്ഞതിൽ കേട്ടിട്ടില്ല. ഇനി താങ്കൾ കേട്ടത് താങ്കളൊന്ന് പറഞ്ഞു തരേണ്ടി വരും. പച്ചയായ വർഗീയത എന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, പച്ചയായ പക്ഷം പറയുന്നത്. താങ്കൾ ആ കേൾക്കുന്നൊന്ന് വായിച്ചു നോക്കൂ. പച്ചയായ പക്ഷം പറയുന്നത് എന്നാണ്. ഒന്നുകൂടെ ആ ഇമേജ് ഇപ്പൊ അടിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കൊന്ന് കാണാമായിരുന്നു. പച്ചയായ വിഭാഗീയത എന്ത് പറയുന്ന താങ്കൾ വായിച്ചു നോക്കൂ. പച്ചയായ പക്ഷം പറയുന്നത് ശരിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പച്ചയായ പക്ഷം എന്താ? അതിൽ പക്ഷം പറഞ്ഞത് എന്താ? നിങ്ങൾ പാറ്റയാണോ എന്ന് ചോദിച്ചത് ഒരു പക്ഷമാണോ? അതെ, അങ്ങനെയല്ല. അദ്ദേഹം നിങ്ങൾ പാറ്റകളല്ല, നിങ്ങൾ വിദ്യാർത്ഥികളാണ്, ശക്തരായ വിദ്യാർത്ഥികളാണ് എന്നുള്ള അർത്ഥത്തിലാ പറഞ്ഞ്. അവരെന്തിനു പാറ്റയാവണം? അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മാധ്യമങ്ങൾക്കും പ്രത്യേകിച്ച് ന്യൂസ് 18 ഈ പാറ്റ സമരം CJP സമരം കഴിഞ്ഞേറെ എന്തോ ഒരു മഹാത്ഭുതം സംഭവിച്ച പോലെ തോന്നുന്നുണ്ട്. എന്നാൽ സാറൊരു കാര്യം മനസ്സിലാക്കിക്കോ. മോഹനൻ കുന്നുമേൽ പച്ചയായ വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. അല്ലാതെ നിങ്ങൾ ഈ CJP ഈ പാറ്റകളെ കാണിച്ചിട്ട് ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ പറപ്പിക്കാനുള്ള ഒരു ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. അത് പലർക്കുമുണ്ട് കേരളത്തിൽ. പക്ഷെ പുറം സ്റ്റേറ്റിലെല്ലാം സാർ നോക്കണം. വിദ്യാർത്ഥി സമരം കഴിഞ്ഞു, വിദ്യാർത്ഥി സമരത്തിലെ വാദങ്ങൾ അംഗീകരിച്ചു, കാര്യങ്ങൾ ചെയ്തു. അത് നിങ്ങൾ ചർച്ചയാക്കിയാൽ നിങ്ങളുടെ ചാനൽ വില കുറയാന്നല്ലാണ്ട് അതിനൊരു അംഗീകാരം കിട്ടും തോന്നില്ല. ശരി, ഞാൻ പറയുന്നത് കേൾക്കൂ. കേരളത്തിലല്ല പാറ്റകൾ സമരം ചെയ്തത് BJP ഭരിക്കുന്ന ഡൽഹിയിൽ, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരേ പാർട്ടി തന്നെ ഭരിക്കുന്ന ഡൽഹിയിലാണ് സമരം നടത്തിയത്. പക്ഷം പബ്ലിക്കിനും അറിയാം. മനസ്സിലായോ താങ്കൾക്ക്? പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ കലാലയത്തിൽ അക്രമ രാഷ്ട്രീയം തന്നെയാണ് SFIയുടെ ലക്ഷ്യം. അത് കേരള സമൂഹത്തിന് മൊത്തത്തിൽ അറിയാം. ഇനി കേരളത്തിൽ 65 ദിവസം പറഞ്ഞാലും പബ്ലിക്കിന് അറിയാം. കേരളത്തിൽ ജീവിക്കുന്നവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് താങ്കളുടെ ഈ പാറ്റ സമരം പാറ്റ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാവുന്ന ധാരണ ഇവിടെ പലരും പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് മുട്ടുമടക്കി പാറ്റകളുടെ മുമ്പിൽ മുട്ടുമടക്കി. അത് വിദ്യാർത്ഥി അപാകത സംഭവിച്ചു. അത് ശരിയാണ്. അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. അവസാനം അവർ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു. അതും ചെയ്തു. ഇതൊക്കെ പബ്ലിക് കാണുന്നുണ്ടേ. ഈ കേരളത്തിലെ മാധ്യമങ്ങളുണ്ടല്ലോ, ഈ കുത്തിത്തിരിപ്പുകാർ, ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ കേരളമല്ല. അത് നിങ്ങൾ ഈ പല തെരഞ്ഞെടുപ്പിലും മനസ്സിലായിട്ടില്ലേ? ശ്രീ ബാലകൃഷ്ണൻ താങ്കൾ ഇത്രയും നേരം പറഞ്ഞല്ലോ. താങ്കൾ ഇത്രയും നേരം പറഞ്ഞല്ലോ. താങ്കൾ പറയുന്നത് മാത്രം കേൾക്കാനല്ലല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ആളുകൾക്ക് അറിയണമല്ലോ ഈ സമരം നടന്നത് കേരളത്തിലല്ല, ഡൽഹിയിലാണ്. അത് താങ്കൾ ഇതെങ്കിലും തിരിച്ചറിയുക. പാറ്റകൾ കേന്ദ്രീകരിച്ചതും പാറ്റകൾ സമരം ചെയ്തതും അധികാര കേന്ദ്രത്തെ വിറപ്പിച്ചതും അധികാര കേന്ദ്രത്തിനൊടുവിൽ മുട്ടുമടക്കേണ്ടി വന്നതും അവർക്ക് മുന്നിൽ പരാജയപ്പെടേണ്ടി വന്നതും ഡൽഹിയിലാണ്. അത് കേരളത്തിലെ വിദ്യാർത്ഥികളല്ല സമരം നടത്തിയത്. കേരളത്തിൽ വന്ന് ചിലപ്പോൾ ചില അന്വേഷണങ്ങൾ ഉണ്ടായിക്കാണും. കേരളത്തിലെ വിദ്യാർത്ഥികളെന്നല്ല സമരം നടത്തിയത്. നിങ്ങൾക്ക് മാത്രമല്ല വിവരമുള്ളൂ, ഞങ്ങൾക്കും അല്പമൊക്കെ വിവരമുണ്ട്. വിദ്യാർത്ഥി സമരത്തിൽ അന്യായം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് മുഴുവൻ അംഗീകരിച്ചു. പിന്നെ നിങ്ങൾ ഈ കുത്തിത്തിരിപ്പുമായിട്ട് കേരളത്തിൽ മുഴുവൻ 365 ദിവസവും ഇതിങ്ങനെ നടത്തിയാൽ ഇതിനൊന്നും പബ്ലിക്കിന്റെ പിന്തുണ കിട്ടുമെന്ന് താങ്കൾ വിചാരിക്കണ്ട. താങ്കൾക്ക് SFIയെ താങ്ങിക്കൊണ്ട് SFI കലാലയ രാഷ്ട്രീയത്തിലെ അക്രമകാരികൾ തന്നെയാ. അത് അടിവരട്ട് വരുന്നു അക്രമകാരികൾ. ശരി, ശ്രീ ബാലകൃഷ്ണൻ, SFIയോ KSU ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. വിദ്യാർത്ഥികൾ പാറ്റകൾ എങ്ങനെയാണോ ചിന്തിച്ചത് ആ ചിന്ത പുതിയ കാലത്തിന്റെ ചിന്തകളാണ്. ആ മട്ടിൽ ചിന്തിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കേണ്ട ആളാണ് വൈസ് ചാൻസലർ. ആ മട്ടിൽ വിദ്യാർത്ഥികൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കേണ്ട ആളാണ്. അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കേണ്ട ആളാണ്. അതിനു പകരമായി ഏതോ കാലത്ത് ചതഞ്ഞരഞ്ഞു പോയ കാലഹരണപ്പെട്ട ചിന്താഗതികൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സിംഹങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ അവതാരങ്ങളാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കാൻ നോക്കരല്ല. അത് ഒരു കാലത്തിന് യോജിച്ചതല്ല. ശരി, ഓക്കെ. ഇതിനൊന്നും കേസ് കൊടുക്കുക. ഈ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അതിന്റെ ഒരു മാന്യത പുലർത്തണം. ശരി, ഓക്കെ. ബാലകൃഷ്ണ അങ്ങനെ തോന്നട്ടെ. വിദ്യാർത്ഥികൾ ഈ നാട്ടിൽ നിങ്ങളെ പോലെയുള്ള ആളുകളെ നേർവഴിക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ കുട്ടികളല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആർജവമുള്ള കുട്ടികളാണ്. അവർ നേർവഴിക്ക് കേരളത്തിൽ ആർജവമില്ല. കേരളം ഭയപ്പെട്ടില്ല.
ശരി, ഓക്കെ. അടിയാളന്മാരെ ജീവിക്കുന്ന ആൾക്കാരെ ശരി, ബാലകൃഷ്ണനെ പോലെ അടിയാളന്മാരായി ജീവിക്കുന്ന ആളുകൾ കാണും, പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അടിയാളനല്ല, അത് താങ്കൾക്ക് പറയാം. താങ്കളാണ് ഇത് താങ്ങിക്കൊണ്ട് നടക്കുന്നത്. ശരി, താങ്കൾ പച്ചയായിട്ട് താങ്കളുടെ ചാനൽ അവതാരകനാണ് ചിലപ്പോ മറന്നു പോകുന്നുണ്ട്. പക്ഷത്തിന് വേണ്ടി വാദിപ്പിക്കുമോ? താങ്കൾ എപ്പോഴും പറയും വർഗീയത. ആരാ കേരളത്തിൽ വർഗീയത? ആര് പറഞ്ഞാലും വർഗീയതക്കെതിരായ നിലപാട് സ്വീകരിക്കും, അതിന് യാതൊരു സംശയമില്ല. ബാലകൃഷ്ണൻ പലതവണയും പറഞ്ഞിട്ടുണ്ട്, ആ സമയത്തൊക്കെ ഞാൻ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമൊന്നും കേരളത്തിൽ ഇനി നടക്കൂല. ശരി, അതിന്റെ കാലം കഴിഞ്ഞ്. ശരി, കാലം കഴിഞ്ഞു എന്ന് എല്ലാവർക്കും മനസ്സിലായി ശ്രീ ബാലകൃഷ്ണൻ. അതുകൊണ്ടാണല്ലോ അവിടെ ഈ വലിയ ശക്തിയായി നിന്ന അടിച്ചമർത്താൻ ശ്രമിച്ചവരൊക്കെ അവസാനം മുട്ടുമടക്കേണ്ടി വന്നത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, ഒരു വൈസ് ചാൻസലർ ആ സ്വന്തം സർവകലാശാലയിലെ കുട്ടികളോട് പറയുമ്പോൾ അവർക്ക് പുതിയ കാലത്തെ കാണിച്ചു കൊടുക്കേണ്ട ഒരാളാണ്. അങ്ങനെ ഒരാളാണ് നിങ്ങൾ ഏതോ കാലഹരണപ്പെട്ട ആശയങ്ങളിലേക്ക് ആ കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ എളിഭ്യരായി മടങ്ങേണ്ടതുണ്ടോ? പാറ്റകളെന്നൊക്കെ പറഞ്ഞത് ഈ ഷഡ്പദങ്ങളാകുന്നതാണോ അർത്ഥം? സിംഹങ്ങളാകാ, മറ്റേതൊക്കെ വിട്ടുകൊള്ളാം. പാറ്റ അതെനിക്ക് വലിയ താല്പര്യം, ഈ പാറ്റകളായതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ കേരളത്തിലെ കുട്ടികൾ അവരുടെ കാര്യം പറയാണ്ടിരിക്കുക. 13 വയസ്സുള്ള പെങ്കൊച്ചാണ് സ്വന്തം മുത്തച്ഛനെ കൊട്ടേഷൻ കൊടുത്തു വന്നത്. നല്ല കുട്ടികളാണ് കേരളത്തിലുള്ളത്. ആ കാര്യം പറയാണ്ടിരിക്കുക വേദം. ഞങ്ങളുടെ നാട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പയ്യന്റെ എല്ലാം പൊട്ടിച്ചു കളഞ്ഞിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ കിടക്കുക, കഞ്ചാവ് വലിച്ചിട്ട്. അത് കലാലയത്തിലെ കാര്യം മിണ്ടാണ്ടിരിക്കാനല്ല, കേരളത്തിലെ കാര്യം. ബാക്കിയുള്ള കാര്യം വിട. അതുകൊണ്ട് വലിയ ഈ കൂടുതൽ ഇതൊന്നും പറയാണ്ടിരിക്കാനല്ല. 13 വയസ്സ് ഇന്ത്യയിൽ നടക്കുന്ന സംഭവം. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, ഒരു സർവകലാശാല വൈസ് ചാൻസലർക്ക് സ്വന്തം കുട്ടികളോട് ആവർത്തിച്ച് നിങ്ങളല്ല എന്ന് പറയൂ, ഉറക്കെ പറയൂ, ഒരുമിച്ച് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അതിൽ ഒരു 10 കുട്ടികളെ കൊണ്ടുപോലും പറയിക്കാൻ കഴിയാതെ ആകെ ഒറ്റ കുട്ടി മാത്രമാണ് അത് അംഗീകരിക്കാൻ തയ്യാറായത്. കുട്ടികൾ മൗനം കൊണ്ട് ഒരു വൈസ് ചാൻസലറെ തിരുത്താൻ ശ്രമിക്കുകയായിരുന്നു. ആ തിരുത്തലിന് ഏതെങ്കിലും തരത്തിൽ സാധ്യതയുണ്ടോ? പിന്നെ ആദ്യം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. വിമർശിക്കുന്നവര് ഈ SFI എന്നൊക്കെ പറയും ചുമ്മാ കേരളത്തിലെ രാഷ്ട്രീയം മാത്രമേ. ഈ ദേശീയ രാഷ്ട്രീയത്തിലൊന്നും SFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തികൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. അവർ ഇവിടുന്ന് ഡൽഹി കയറി ചുമല കൊടി പിടിക്കുന്നു, ചുമല കളറായതുകൊണ്ട് അവിടെ തെളിഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ ഈ നമ്മുടെ ദേശീയ പാർട്ടികൾ ഇങ്ങനെയുള്ള ആളുകളെ ഇടയ്ക്ക് വെച്ച് സംസാരിക്കരുത്. പാർട്ടികൾ ജനകീയ വിഷയം തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് തെറ്റുകൾ തിരുത്തി സമ്മതിച്ച് അവർ പറഞ്ഞു. ഈ കഴിഞ്ഞിടയ്ക്ക് പാർട്ടികൾ വേറൊരു സമരം നടത്തിയല്ലോ. ഈ ഭരണാധികാരികളോ അതിന്റെ പിണിയാളുകളോ കണ്ടെത്താത്ത ശുചിമുറിയുടെ ശോച്യാവസ്ഥ ഫോട്ടോ സഹിതം വെച്ച് അവർ മുന്നോട്ട് വന്നില്ലേ? അതൊക്കെ എന്ത് ദേശീയ ശ്രദ്ധ പറ്റുന്ന നമ്മുടെ രാജ്യം പുരോഗമിച്ചൊന്ന് വീരവാദം മുഴക്കുന്ന ആളുകളുടെ മുമ്പിലാണ് പാർട്ടികൾ പറന്ന് കക്കൂസ് മുറി കയറി അവർ കാണിച്ചു അല്ലേ? അതൊക്കെ അവന് മുന്നോട്ട് വെക്കുന്ന പുതിയ ആശയങ്ങളാണ്. അത് നല്ലൊരു തലമുറ, പുതിയ തലമുറ രാഷ്ട്രീയത്തിന് അതീതമായി അവരുടെ കസ്റ്റഡിയിൽ ചെന്ന് പെടുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റുകൾ തെറ്റുകൾ സംഭവിച്ചു. കാര്യം അവരുടെ ഒരിക്കൽ കൂടാൻ പോകുന്ന ജനസമൂഹത്തെ കണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.